ഹലോ, ഇനിയിപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയേക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അതുപോലെ തന്നെ സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും, പിന്നെ കൂടുതൽ സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്, അത്രയ്ക്ക് അടിപൊളിയാണേ. അപ്പോൾ ഇതിനായിട്ട് ആദ്യമേ തന്നെ ഞാനിത് ഒരു 3 ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ട് പോവാണേ. അപ്പോൾ ശർക്കര ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ചീകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. എന്നിട്ട് ഇതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് ഞാനിത് ആദ്യം തന്നെ 1/4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. കൂട്ടത്തിൽ തന്നെ അതേ അളവ് 1/4 കപ്പ് നമ്മൾ കോൺഫ്ലോർ ആണ് ചേർക്കുന്നത്. അതുകൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരല്പം ഉപ്പ് കൂടെ ചേർക്കുക. പിന്നെ ഞാനിത് 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കാം കേട്ടോ. അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഏതിലാണ് ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്, ആ ഒരു പാത്രത്തിൽ ആദ്യമേ തന്നെ ഞാനിത് നെയ്യൊന്ന് പുരട്ടി സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് അങ്ങ് അരിച്ചൊഴിക്കാനായിട്ട് പോവാണ്. അതുപോലെ തന്നെ നമ്മൾ ശർക്കര പാനിയും ഇതുപോലെ അങ്ങ് അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരളവിൽ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. ഇനിയാണ് കേട്ടോ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് അങ്ങ് കുറുകിയിട്ട് വരണേ. പിന്നെ കോൺഫ്ലോറൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തിക്കായിട്ട് കുറുകി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് ഞാനിത് ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു നേന്ത്രപ്പഴം എടുക്കുന്ന സമയത്ത് നല്ലോണം പഴുത്തിട്ടുള്ള പഴം എടുക്കരുത്, അതുപോലെ തന്നെ തീരെ പഴുക്കാത്ത പഴം എടുക്കരുത് കേട്ടോ. നമുക്ക് ഇതുപോലെ ഇളക്കുന്ന സമയത്ത് അങ്ങ് ഉടഞ്ഞു പോകാത്ത രീതിയിലുള്ള പഴം വേണേൽ എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇത് പാനിൽ നിന്നൊക്കെ അങ്ങ് ജസ്റ്റ് ഒന്ന് വിട്ട് വരുന്ന സമയത്ത് നമുക്കിതേ ഇതുപോലെ നമ്മുടെ പാത്രത്തിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിത് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകൾ വശം ഒന്ന് ലെവലാക്കി എടുക്കുവാണ്. അപ്പോൾ ഈ ഒരു സ്പൂണിൻ്റെ അടിയിലായിട്ട് അല്പം ഒന്ന് നെയ്യ് തടവിന് ശേഷം ഇതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതൊരു 3-4 മണിക്കൂർ ഒന്ന് തണിയാനായിട്ട് വെക്കുക. അപ്പോൾ നോക്കിയേ, നമ്മുടെ സ്നാക്സ് ഇവിടെ തണിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് തന്നെ അങ്ങ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റുവാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സൈഡൊക്കെ വിട്ടു പോരും കേട്ടോ. പിന്നെ നമ്മുടെ കൃഷ്ണാവി എന്നുള്ള പേജ് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണാവി എന്നുള്ള യൂട്യൂബ് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണേ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതിപ്പോൾ വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമുക്ക് കുറച്ച് അളവിൽ, കാരണം അരിപ്പൊടിയും ഇതൊക്കെ നമ്മൾ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ നമുക്കിത് ഉണ്ടാക്കുമ്പോൾ നോക്കിയാൽ പ്ലേറ്റ് നിറച്ച സാധനമായല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ അതുവരെ ബൈ.